കേരളത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിന് സീറ്റ് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാം. അന്തിമ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ വീഡിയോയുടെ തംബ്നെയിലിൽ പറഞ്ഞതുപോലെ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകളെ കോൺഗ്രസിന് ചെയ്യുന്നതിന് പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു ജാതി എന്ന് പറയുന്നത് ഈഴവ തെയ്യ വിഭാഗങ്ങളാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത്. 25% കേരളത്തിൽ അവരാണ്. ആ 23-25% എന്ന് കണക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 85-90 ലക്ഷത്തിലേക്ക് വരുന്ന ആളുകൾ അത് വരും. വോട്ട് തീർച്ചയായിട്ടും അതിന് ആനുപാതികമായിട്ട് തന്നെ വോട്ടുകളുമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി UDFൽ ഈ സമുദായത്തിന് വലിയ റെപ്രസെൻറ്റേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതികൾ തന്നെ നേരത്തെ ഉണ്ട്. നമുക്കറിയാം, കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഈഴവ തീയ വിഭാഗത്തിൽ നിന്ന് ഒരാൾ KPCC പ്രസിഡന്റായി വരുന്നു. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു കോമ്പിനേഷൻ കൂടിയായിരുന്നു എന്നറിയാം. പക്ഷെ അദ്ദേഹത്തെ മാറ്റിയപ്പോൾ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ഒരാൾക്കാണ്, ഒരു കുടിയേറ്റ കർഷകനായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ഒരാൾക്കാണ് KPCC പ്രസിഡന്റ് സ്ഥാനം കൊടുത്തത്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ KPCC പ്രസിഡന്റായി ഇദ്ദേഹം മാറിയതിന് ശേഷം ഭരണത്തിലേക്ക് കോൺഗ്രസ് വന്നിട്ടുണ്ടെങ്കിൽ ആരൊക്കെ ആയിരിക്കും അതിനെ നയിക്കുക എന്നുള്ളൊരു ചോദ്യം ജനങ്ങളുടെ മുമ്പിലുണ്ട്. അതിൽ നമുക്കറിയാം, അതിൽ പ്രബലരായിട്ടുള്ള 4 പേർ. ഏറ്റവും ഒന്നാം സ്ഥാനം VD സതീശനാണ്. അദ്ദേഹം ഒരു നായർ സമുദായത്തിൽ നിന്നുള്ള ആളാണ്. രണ്ടാം സ്ഥാനം നമുക്കറിയാം രമേശ് ചെന്നിത്തലക്കാണ്. അദ്ദേഹവും അതേ സമുദായത്തിൽ നിന്നുള്ള ആളാണ്. മൂന്നാമത്തേത് KC വേണുഗോപാലാണ്. അദ്ദേഹവും ഒക്കെ തന്നെ നായർ സമുദായത്തിൽ നിന്നുള്ള ആളാണ്. നേരത്തെ ഇപ്പോൾ വലിയ പ്രബലമായി പറഞ്ഞു കേൾക്കുന്നില്ലെങ്കിലും പ്രമുഖമായി പറഞ്ഞു കേൾക്കുന്നില്ലെങ്കിലും നാലാമത്തേത് ശശി തരൂർ എന്ന് പറയുന്നതാണ്. അദ്ദേഹവും അതേ സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ ഇത്തരം സമുദായങ്ങളിൽ ഒരേ സമുദായത്തിൽ നിന്നുള്ള ആളുകളായിരിക്കും ഭരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് നായരായിരിക്കും യഥാർത്ഥത്തിൽ കേരള മുഖ്യമന്ത്രിയാവുക എന്ന് പറയുന്ന ഒരു ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി യൂട്യൂബ് വീഡിയോകളടക്കം കാണാം. ഇത് ഞാൻ പറയുമ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലുതായി ബാധിക്കുമോ എന്ന് പറയുന്ന സംശയം ചില പ്രേക്ഷകർക്കെങ്കിലും കേൾക്കാം. പഴയ പോലെയല്ല നമ്മുടെ കേരളം. വലിയ തോതിൽ മതപരമായി ജാതീയമായിക്കിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സമുദായത്തിലും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, കഴിഞ്ഞ 2024 ലോക്സഭ ഇലക്ഷൻ എടുത്തു നോക്കിയാൽ മതി. ആ ലോക്സഭ ഇലക്ഷൻ എടുത്തു നോക്കിയിട്ട് നമ്മൾ കെ സുധാകരൻ്റെ കാര്യത്തിലേക്ക് കൂടി വരാം. ആ ലോക്സഭ ഇലക്ഷനിൽ BJPക്ക് 19% വോട്ടുകൾ കിട്ടി. 38 ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ കിട്ടി. ആ 38 ലക്ഷത്തോളം വോട്ടുകൾ BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടുകളാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അത് കേരളത്തിലൊരു ഘടകകക്ഷിക്ക് കിട്ടാത്ത വോട്ടുകളാണ്. മുസ്ലിം ലീഗിന് പോലും 12-15 ലക്ഷം വോട്ടുകളേ ഉള്ളൂ. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വോട്ടുകളുള്ള ആകെ 2 പാർട്ടികളേ ഉള്ളൂ. ഒന്ന് CPM-ഉം അതുപോലെ കോൺഗ്രസും മാത്രമാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ വോട്ടുകളിലേക്ക് അവരെത്തിയപ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 സ്ഥലങ്ങളിൽ അവർക്ക് വലിയ വോട്ടുകൾ വർധനവുണ്ടായി. എന്ന് പറഞ്ഞാൽ അവരുടെ മൊത്തം വോട്ടിൻ്റെ ഏതാണ്ട് 3% കൂടിയത് തന്നെ തൃശ്ശൂരിൽ നിന്നാണ്. അത് സുരേഷ് ഗോപിയോടുള്ള വളരെ കൃത്യമായി 4-5 കൊല്ലം പണിയെടുത്തുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് നടത്തിയതുകൊണ്ടാണ്, ഒരു നരേറ്റീവ് ഉണ്ടാക്കിയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അവിടെ 28% ഉണ്ടായിരുന്ന വോട്ട് 44% ഉയർത്താൻ കഴിഞ്ഞു. വലിയ വർധനമാണ് അവിടെ ഉണ്ടാക്കിയത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 28-44 ആയുള്ളൂ എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ 16% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം തിരുവനന്തപുരത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും വോട്ടിൽ വർധനവുണ്ടായി. പക്ഷേ ഭയങ്കര വർധനവോ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ അവിടെ അല്ലെങ്കിൽ തന്നെ BJPക്ക് വലിയ വോട്ട് ബേസ് ഉള്ളൊരു സ്ഥലമാണ്, മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത്. അവിടെ രാജീവ് ചന്ദ്രശേഖർ വന്ന് മത്സരിച്ചപ്പോൾ അദ്ദേഹം വലിയ പണമുറക്കി നിരവധി പ്രചരണങ്ങൾ കൂടി നടത്തുകയും അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജും ഒക്കെ കൊണ്ട് തന്നെ അദ്ദേഹം രണ്ടാമതെത്തി. പക്ഷേ 16,000-ഓളം വോട്ടുകൾക്ക് ശശി തരൂരിനോട് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലും അവർക്ക് വോട്ടുകൾ പിടിച്ചിരുത്താൻ കഴിഞ്ഞു. അതിൽ തൃശ്ശൂർ കൂട്ടി, പക്ഷേ തിരുവനന്തപുരത്ത് അത് കൂട്ടിയില്ല, വലിയ തോതിൽ കൂട്ടിയില്ല. പക്ഷേ അതിൽ വോട്ടുകൾ പിടിച്ചിരുത്താൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് കൂടാതെ 2 സ്ഥലങ്ങളിലാണ് BJPക്ക് വലിയ തോതിൽ വോട്ട് വർധനവുണ്ടായത്. അത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. വളരെ സൂക്ഷ്മമായി നോക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ. അതിലൊന്ന് ആലപ്പുഴ മണ്ഡലത്തിലാണ്. ആലപ്പുഴയിൽ യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ ജയിച്ചെങ്കിലും KC വേണുഗോപാൽ കോൺഗ്രസിനും അതുപോലെ തന്നെ ആരിഫിനും, അതായത് LDFനും വോട്ടുകൾ കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത് ആലപ്പുഴയിൽ. കേരളമെമ്പാടും തന്നെ അങ്ങനെയാണ്. വോട്ടുകൾ അവർക്ക് 2 പേർക്കും കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ 1.5 ലക്ഷത്തോളം വോട്ടുകളാണ് കഴിഞ്ഞ തവണ കിട്ടിയതെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി വന്ന് മത്സരിക്കുമ്പോൾ ഏതാണ്ട് 3 ലക്ഷത്തിനടുത്ത് 2,97,000 വോട്ടുകൾ ആലപ്പുഴയിൽ അവർക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 100% വരുന്ന വർധനവാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ശോഭാ സുരേന്ദ്രന് വേണ്ടി അവിടെ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താനായിട്ട് പ്രീതി നടേശനടക്കം, വെള്ളാപ്പള്ളി നടേശനടക്കം, ബന്ധുക്കളടക്കമുള്ള ഭാര്യയടക്കമുള്ള ആളുകളൊക്കെ തന്നെ എത്തിയിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. സാധാരണ നമ്മളെപ്പോഴും
പലപ്പോഴും പറയുന്നത് വെള്ളാപ്പള്ളി ആരെ പിന്തുണക്കുന്നോ അവർ സാധാരണ പരാജയപ്പെടാറാണ് പതിവെന്ന് പറയും. കാരണം അത് മറ്റുള്ള എല്ലാവരും കൂടി അവർക്കെതിരെ നിൽക്കുന്നതുകൊണ്ടാണ്, ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ്. പക്ഷെ അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. കാരണം വലിയ വോട്ട് വർധനയാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. കൂടാതെ ഈ വോട്ട് വർധനയ്ക്ക് വലിയൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. പല സർവേകളും പറയുന്നത് CPM-ന്റെ കയ്യിൽ നിന്ന് 42% വരുന്ന ഈഴ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നാണ്. ശതമാനത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാക്കിലും വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ ആരിഫും അതുപോലെ KC വേണുഗോപാലും നിൽക്കുമ്പോൾ സ്വന്തം സമുദായത്തിൽ ഒരാൾ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതി കൂടി കൃത്യമായി ഈഴവ സമുദായത്തിനകത്ത് ഉണ്ടായതുകൊണ്ടാണ്. ജാതിയും മതവും ഒന്നും നോക്കുന്ന ആളല്ല ഞാനെങ്കിലും ഇത്തരത്തിൽ നോക്കുന്ന ആളുകളുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും ആ ഈഴവ സമുദായം സ്വന്തം സമുദായത്തിലെ നേതാക്കളെ നോക്കി തന്നെ വോട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രവണത സൂചിപ്പിക്കുന്ന റിസൾട്ടാണ് കഴിഞ്ഞ 2024 ലോക്സഭയിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പ്രകടമായ ഉദാഹരണമാണ് ഞാൻ ആലപ്പുഴയിൽ പറഞ്ഞത്. ഇനി തൊട്ടടുത്ത മറ്റൊരു കോൺസ്റ്റിറ്റ്യുവൻസി കൂടിയുണ്ട്, ആറ്റിങ്ങൽ. അവിടെയാണ് മറ്റൊരു വലിയ വർധനവുണ്ടാക്കിയത്. ആ വർധനവുണ്ടാക്കിയത് വി മുരളീധരനാണ്. അവിടെയും ഇതുപോലെ വളരെ സോളിഡ് ആയിട്ടുള്ള ഈഴവ വോട്ട് ബേസ് ഉള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ വലിയ നേട്ടമുണ്ടാക്കാനായിട്ട് വി മുരളീധരന് കഴിഞ്ഞു. അദ്ദേഹവും ഇതുപോലെ ഈഴവ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾ അറിയേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ BJP 19% വോട്ടുണ്ടാക്കിയപ്പോലും ഈ 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നാണ് അവർ അത്തരത്തിലുള്ള വലിയ വോട്ട് ശതമാനം ഉണ്ടാക്കിയത്. അതിൽ സുരേഷ് ഗോപിയുടെ വോട്ടുകൾ കുറെ കൂടി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ചേർക്കപ്പെട്ട വോട്ടുകളായിരുന്നു എന്നുള്ളത് കൂടി എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഓർക്കണം. അപ്പോൾ അതിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയത് ആലപ്പുഴ പോലെയുള്ള ഈ പറയുന്ന ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലങ്ങളിലാണ്. അവിടെ ഈ നേട്ടമുണ്ടാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ യഥാർത്ഥത്തിൽ കെ സുധാകരൻ സീറ്റ് നിഷേധിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാൻ. കെ സുധാകരനും അടൂർ പ്രകാശുമാണ് കോൺഗ്രസിൽ നിന്നുള്ള ഈഴവ തെയ്യ സമുദായത്തിൽ നിന്നുള്ള ഏറ്റവും പ്രബലരായിട്ടുള്ള നേതാക്കന്മാർ. അവർക്ക് ഒരു കീ പോസ്റ്റും കിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അവർ MP-മാരായി തന്നെ തുടരും. അതേസമയം ഈ പറയുന്ന 4 നായർ സമുദായത്തിൽ നിന്നുള്ള നേതാക്കന്മാർക്കാണ് മുഖ്യമന്ത്രിയാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാൻസ് എന്നുള്ളതും, കൂടാതെ ഈ പറയുന്ന കെ സുധാകരന് യാതൊരു വിധത്തിലുള്ള അത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതും ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഈഴവ സമുദായത്തിൻ്റെ വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ അവർക്ക് അത്തരത്തിലുള്ള നേതാവില്ല എന്ന് പറയുന്ന തോന്നലുണ്ട്. അതേസമയം നമുക്കറിയാം തൊട്ടപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ LDF-ന്റെ ഭാഗത്ത് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 9-10 വരുന്ന വലിയ മന്ത്രിമാർ നായർ സമുദായത്തിൽ നിന്നൊക്കെ ഉണ്ടെങ്കിലും വളരെ കീ പോസ്റ്റിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്. അത് പിണറായി വിജയനാണ് എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈഴവ സമുദായത്തിന് അങ്ങോട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ടാവും. നേരത്തെ ഈഴവ സമുദായം ഒക്കെ തന്നെ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒരിക്കലും വെള്ളാപ്പള്ളി നടേശനോ SNDP എന്ന് പറയുന്നത് കേട്ടല്ല. ഇപ്പോഴും അങ്ങനെയല്ല. അവരിൽ മഹാഭൂരിപക്ഷം പേര് വോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷത്തിനാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതിൽ നിന്നാണ് കുറച്ച് വോട്ടുകൾ തിരികെ പോയത് BJP-യിലേക്ക്. പക്ഷേ ആ BJP-യിലേക്ക് പോയ വോട്ടുകൾ തിരികെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാനുള്ള സാധ്യതകളുണ്ട്. 38 ലക്ഷം വോട്ടുകൾ ഒരിക്കലും BJP-ക്ക് നിലനിർത്താൻ കഴിയില്ല. അപ്പോൾ അതിൽ ഒരു 12 ലക്ഷം വോട്ടുകളെങ്കിലും തിരികെ വരാനുള്ള സാധ്യതയുണ്ട് LDF-ലേക്ക് എന്നുള്ളത് നിങ്ങൾ കാണണം. അതിന് കെ സുധാകരനെ അവഗണിക്കുകയും ഈ പറയുന്ന പോലെ അദ്ദേഹത്തെ തഴയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആക്കം കൂടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് വലിയ പെർസെൻറ്റേജ് ആളുകൾ ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ലെങ്കിലും ഒരു ചെറിയ സെർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് ആളുകൾ ഇത്തരത്തിൽ മതപരമായ ജാതീയമായ ചിന്തകളിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൻ്റെ ആക്കം കൂട്ടാനാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം സഹായിക്കുക. ഈ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം, 2016 BJP-യുടെ വോട്ടുകൾ 30 ലക്ഷമായിരുന്നു. 2021 വന്നപ്പോൾ അത് 4 ലക്ഷം കുറഞ്ഞ് 26 ലക്ഷമായിട്ട് കുറയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ 4,10,000 വോട്ടുകൾ അവർക്ക് കുറഞ്ഞിരുന്നു. ഇപ്പോൾ ലോക്സഭയിലേക്ക് 38 ലക്ഷം വോട്ടുകൾ കിട്ടി. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 31.5 ലക്ഷത്തോളം വോട്ടുകളാണ് കിട്ടിയത്. അപ്പം തന്നെ 7 ലക്ഷം വോട്ടുകൾ കുറഞ്ഞു. ഈ 36 ലക്ഷത്തിൽ ഒരു 26 ലക്ഷം എന്ന് പറയുന്ന 38 ലക്ഷത്തിൽ 26 ലക്ഷം എന്ന് പറയുന്ന കഴിഞ്ഞ 2021 അതേ വോട്ടുകൾ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ പോലും ഭാഗ്യമാണെന്ന് ഞാൻ പറയും. അങ്ങനെ വരുമ്പോൾ 12 ലക്ഷം വോട്ടുകൾ തീർച്ചയായിട്ടും എങ്ങോട്ട് പോകും എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഈ 12 ലക്ഷം വോട്ടുകൾക്ക് ഒരു വലിയ പ്രാധാന്യം കൂടിയുണ്ട്. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ഉം UDF-ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 6% താഴെയാണ്. 6% എന്ന് പറയുന്നത് ഈ 12 ലക്ഷത്തോളം വരുന്ന വോട്ടുകളാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഈഴ വോട്ടുകൾ. 12 ലക്ഷത്തോളം വരുന്ന വോട്ടുകളെന്ന്. ആ ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ ഇത്തവണ ഈ കെ സുധാകരനെ തഴയുകയും ഇവരിൽ ഈഴവ സമുദായത്തിൽ നിന്ന് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം ഇല്ലാതാവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന, കോൺഗ്രസിൽ ഞങ്ങൾക്ക് വലിയ പ്രാതിനിധ്യമില്ല എന്ന് പറയുന്ന തോന്നൽ സൃഷ്ടിക്കാൻ സഹായിച്ചാൽ തീർച്ചയായും ഇത് കൂടി ഒരു പരിധിവരെ LDF-ലേക്ക് അല്ലെങ്കിൽ UDF-ന്റെ വോട്ടുകൾ നഷ്ടപ്പെടുന്നതിനും LDF-ലേക്ക് ഈഴ വോട്ടുകൾ പോകുന്നതിനും ഇത് സഹായിക്കും എന്നുള്ളതാണ് വാസ്തവം. ഇനി
മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ഇപ്പോൾ സംഭവിച്ചേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, SNDP സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ഡയറക്ടർ ബോർഡിനെ തന്നെ ഒഴിവാക്കുകയാണ് ഹൈക്കോടതി ചെയ്തേക്കുന്നത്. അതിൻ്റെ സിംഗിൾ ബെഞ്ച് ചെയ്തേക്കുന്നത്. പക്ഷേ അത് ഡിവിഷൻ ബെഞ്ചിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. അതിൻ്റെ അന്തിമ വിധി വരട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാതിരുന്നത്. അതിൽ തന്നെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അറിയേണ്ടത് അവിടെ 9 കൊല്ലമായി 2016 മുതൽ 24 വരെയുള്ള റിട്ടേൺസ് അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്തിട്ടുള്ള കണക്കുകൾ ഹാജരാക്കിയിട്ടില്ല. കാരണം SNDP എന്ന് പറയുന്നത് ഒരു കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് വർഷാവർഷം കണക്കുകൾ ഹാജരാക്കേണ്ടതാണ്. അത് ചെയ്തിട്ടില്ല. രണ്ടാമത്തേത്, ഡയറക്ടറുടെ ഐഡൻറ്റിഫയിങ് നമ്പർ എന്ന് പറയുന്ന DIN നമ്പർ ഈ പറയുന്ന അതിലുള്ള ഡയറക്ടർമാരായിട്ട് ഇരിക്കുന്നവർക്കില്ല. ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ അറിയേണ്ടത് 170ഓളം വരുന്ന ഡയറക്ടേഴ്സ്, അതായത് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും MN സോമനും അടക്കമുള്ള എല്ലാ ഡയറക്ടർമാരുടെയും ഡയറക്ടർഷിപ്പ് റദ്ദ് ചെയ്യുകയാണ് കോടതി ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മറന്നു പോകരുത്. എന്ന് പറഞ്ഞാൽ SNDPക്ക് തന്നെ വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള ഒരു നേതൃത്വം ഇപ്പം ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ നേതൃത്വം കൂടിയില്ല, ഞങ്ങൾക്ക് വലിയ പ്രതിസന്ധികൾ നേരിടുന്നു എന്ന് കൂടി പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും കുറേ കൂടി റിലേ ചെയ്യാൻ സാധ്യതയുള്ളത് പിണറായി വിജയനിലേക്കാകും എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് കെ സുധാകരനെ ഈ തെരഞ്ഞെടുപ്പിൽ നിർത്തിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രചരണങ്ങൾ, വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രചരണങ്ങൾക്ക് കൂടി ഈ ഈഴവ തെയ്യ സമുദായത്തിൻ്റെ ഇടക്ക് ഒരു സാധ്യതകളുണ്ട്. അത് മിക്കവാറും മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടത്താനുള്ള ഒരു സാധ്യതകൾ കൂടിയുണ്ട് എന്നുള്ളത് നമ്മൾ കാണും. ഇനി ഇത് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഒരു സിറ്റുവേഷനാണ് KM മാണി മരിച്ചതിന് ശേഷം ഞങ്ങൾക്കൊരു നാഥനില്ല എന്ന് പറയുന്ന തോന്നലുണ്ടായിട്ടുള്ളത്. പക്ഷേ ഇവിടെ ആ പ്രശ്നമില്ല. കാരണം ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. നേരത്തെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട് എന്ന് പറയുന്ന തോന്നലുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂടുതൽ ആഭിമുഖ്യം വരാനുള്ള സാധ്യതയുണ്ട്. BJPയുടെ കാര്യത്തിൽ അത് ശരിയാണ്. രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ ഷോൺ ജോർജും അനൂപും അതുപോലെ തന്നെ ഈ പറയുന്ന സാബുവും ജേക്കബും ഒക്കെ നിൽക്കുമ്പോൾ അവർക്കും ഇത്തരത്തിൽ ഉയർത്തിക്കാട്ടാവുന്ന, ഇപ്പോൾ കെ സുരേന്ദ്രൻ അത്തരത്തിലുള്ളൊരു നേതാവായിരുന്നു, ഈഴവതീയ വിഭാഗത്തിൽ നിന്നായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ളൊരു നേതാവില്ലാത്തതിൻ്റെ ക്ഷീണം അവർക്ക് കൂടി സംഭവിക്കാനാണ് സാധ്യത. നിങ്ങൾ മറന്നു പോകരുത്, 3.5 കോടിയോളം വരുന്ന 2,80,00,000 വരുന്ന വോട്ടർമാരിൽ ഏതാണ്ട് ഒരു 1/3 വരുന്ന അല്ലെങ്കിൽ 23-25% വരുന്ന വലിയ ജനവിഭാഗത്തെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം ഇല്ലാതെ കോൺഗ്രസ് പോലും നേരിടാനൊരുങ്ങുന്നത്. അവർ ഇത്തരത്തിൽ ഒരു സ്വന്തം ജാതിയിലെ നേതാക്കളെ നോക്കി വോട്ട് ചെയ്യുന്ന കാര്യമുണ്ടായി എന്ന് പോലും തിരിച്ചറിയാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അത്തരത്തിലുള്ള വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ആ ഘട്ടത്തിൽ ഇത് വലിയ തോതിൽ ഇവരെ ബാധിക്കും. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കാം. കഴിഞ്ഞ 3 സർവേകളിൽ, ഒന്ന് ലോക് പോളിൻ്റെ സർവേകളിൽ, അതുപോലെ തന്നെ മനോരമയുടെ സർവേകളിൽ, മാതൃഭൂമിയുടെ സർവേ, റിപ്പോർട്ടറിൻ്റെ സർവേ ഞാൻ മനഃപൂർവ്വം കണക്കിലെടുക്കുന്നില്ല. കാരണം അതൊരു സർവേ അല്ല, അത് നമുക്ക് ഇഷ്ടമുള്ള ആർക്കും കയറി വോട്ട് ചെയ്യാവുന്ന ഒരു സർവേ ആണ്. അത് 16 ലക്ഷത്തോളം പേര് വോട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ശരിയാണ്. പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല. കാരണം ഒരു റെപ്രസെൻറ്റേറ്റീവ് സ്വഭാവം, പ്രാതിനിധ്യ സ്വഭാവമുള്ള സാമ്പിൾ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ സർവേകൾ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ സർവേകൾ ഒരിക്കലും ശരിയാവില്ല. നമ്മൾ 25 ലക്ഷം 50 ലക്ഷം ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചാലൊന്നും സർവേ ശരിയാവില്ല. അത് താല്പര്യമുള്ള ആളുകൾ വന്ന് വോട്ട് ചെയ്യും. പ്രത്യേകിച്ച് MLA-മാരുടെ റേറ്റിംഗ് ഒക്കെ അപ്പം കാണാൻ കഴിയുന്നതുകൊണ്ട് ഓരോ MLA-മാരും അത് തങ്ങൾക്ക് റേറ്റിംഗ് കൂടുതൽ കിട്ടാനും ഒരു പ്രചാരണം കിട്ടാനും വേണ്ടി ആളുകൾ മനഃപൂർവ്വമായി പണിയെടുത്ത് വോട്ട് ചെയ്യിക്കാൻ കഴിയും എന്നുള്ളൊരു വസ്തുത അവിടെയുണ്ട്. അതുകൊണ്ട് അതിനൊരു സർവേ ആയിട്ട് നമ്മൾ കണക്കൂട്ടുണ്ടായില്ല. പക്ഷേ ബാക്കിയുള്ള 3 സർവേകളിലും വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം, തെക്കൻ കേരളത്തിൽ വലിയ അഡ്വാൻറ്റേജും നേട്ടവും ഉണ്ടാക്കാൻ പോകുന്നത് LDF ആണെന്നും അതേസമയം മലബാർ പോലെയുള്ള മേഖലകളിലാണ് UDFന് അഡ്വാൻറ്റേജ് ഉണ്ടാവുക എന്നുള്ളതുമാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കെ സുധാകരനെ തടയുന്നതോടുകൂടി പാലക്കാടും കണ്ണൂരും അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലുമൊക്കെ കൂടി ഇത്തരത്തിലുള്ളൊരു പ്രശ്നം, ഈ പറയുന്ന ഈഴവ വോട്ട് ബാങ്കുകളുടെ ഒരു ചായ്വ് ഇടതുപക്ഷത്തോടു കൂടി ഉണ്ടായാൽ അത് സ്വാഭാവികമായിട്ടും എല്ലാ UDFിൻ്റെ സ്വപ്നങ്ങളും തകർക്കും എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തംബ്നെയിലിൽ പറഞ്ഞത്, കെ സുധാകരനെ തഴഞ്ഞാൽ ഈഴവ വോട്ട് ബാങ്കുകൾ ഒരുപക്ഷെ UDFന് നഷ്ടമായേക്കും.